അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രി വേറെ നിർത്തുമ്പോ എവിടെയാണ്? ആ, ഉറപ്പായിട്ടും അത് അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള മന്ത്രി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ വരുമ്പോൾ അവർക്കൊരു വീട്ടിൽ താമസിക്കാൻ പറ്റാവുന്ന സമയം വരെ അവർക്ക് റെന്റ് കൂടി കൊടുത്ത് വീട് താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് പരിശോധിക്കുകയും ചെയ്യും, നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഏത് കേസ് നമ്മൾ വന്നു കഴിഞ്ഞാലും പരിശോധിക്കും. ഇന്നലെ അതുപോലെ കഴിഞ്ഞ 2018 പ്രളയത്തിൽ 7 കടകൾ നഷ്ടപ്പെട്ട് പിന്നീട് വലിയ ക്യാൻസർ രോഗിയായി മാറി ആയ എബിയുടെ കഥ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കോടതിയിൽ നിന്ന് പോലും ഡയറക്ഷൻ കൊടുത്താണ് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരാതി കിട്ടിയിരുന്നു. അത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യും. അങ്ങനത്തെ ഏത് വിഷയം വന്നാലും അപ്പോൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. പ്രത്യേകമായ ചികിത്സ കൊടുക്കേണ്ട കുട്ടികൾക്ക് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ഒരു വലിയ പ്രോജക്റ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. നോ ബാരിയേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സിംഗിൾ കേസ് ഇപ്പോൾ കുട്ടികളുടെ പലയിടത്തും വന്നു. കുട്ടികൾക്ക് അഡ്മിഷൻ, ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് അവിടെ MBAക്ക് അഡ്മിഷൻ കിട്ടി. MBAക്ക് അഡ്മിഷൻ അവിടെ കിട്ടുകയെന്ന് വെച്ചാൽ റിട്ടൺ ടെസ്റ്റ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് ആണ് കിട്ടുന്നത്. അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഫിസിക്കലി ഡിസേബിൾഡ് ആണെന്നല്ല, 70% ഡിസേബിൾഡാണ്. പക്ഷെ ക്ലാസ് മുകളിലാണ്, കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ക്ലാസ് താഴേക്ക് ആക്കിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ അവിടെ ഒരു ലിഫ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് BPCL കൊണ്ടിട്ട് നമ്മളൊരു CSRൽ പ്രോജക്റ്റും കൊടുത്തു. അതേപോലെ തന്നെ ഒരു ഹയർ സെക്കൻഡറിക്ക് ഫുൾ A+ ഉള്ള ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ പ്രശ്നം വന്നു. അത് ലാബ് മുകളിലാണ്, ആ ലാബ് താഴേക്ക് ആക്കിച്ചു. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, അത് അങ്ങനെ ഒറ്റപ്പെട്ട കേസുകൾ മാത്രം നമ്മൾ അഡ്രസ് ചെയ്താൽ പോരാ. കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതുപോലത്തെ ശ്രദ്ധയിൽ നമ്മളിപ്പോൾ ഈ വൈകുന്നേരമൊക്കെ വരാൻ പോകുന്ന ആളുകൾ കാണുമ്പോൾ ചിലത് നമ്മൾ വിചാരിക്കും ഇൻഡിവിജ്വൽ കേസാണെന്ന്. അപ്പോൾ 10 പേര് ഒരേപോലത്തെ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ഇൻഡിവിജ്വൽ കേസല്ല, കോമൺ കേസാണ്. ഇപ്പം ഈ പറഞ്ഞ കേസൊക്കെ കോമൺ കേസ്. ഇപ്പോൾ റെയർ ഡിസീസിന് മരുന്ന് പുറത്തുനിന്ന് വരുവാണ്. 30 കോടി 40 കോടിയാണ്. എങ്ങനെ ഏത് കുടുംബത്തിന് പറ്റും വരുന്നത്? അപ്പം നമ്മളതിന് പുറത്തുനിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പം അതിൻ്റെ 10-1 ചിലവാക്കി മാറ്റാൻ പറ്റും. അപ്പം ഇത് സിംഗിൾ കേസ് അല്ല. ചിലപ്പോൾ അതേപോലത്തെ ഒരേപോലത്തെ കേസുകൾ വരുമ്പോൾ അതൊരു കോമൺ മാറ്റർ. അപ്പം നമ്മുടെ ഓഫീസിൽ നമ്മൾ CMOയിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം കേസുകൾ കോമൺ കേസായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അത് പരിശോധിച്ചിട്ട് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ടും അതിൽ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യം ചെയ്യും. അല്ലാതെ നമ്മൾ ഈ പെറ്റീഷൻ മേടിച്ച് വയ്ക്കുക, പെറ്റീഷൻ എടുത്ത് വയ്ക്കുക, നോക്കാന്ന് പറയുക എന്നല്ല. അത് ഓരോന്നും പരിശോധിച്ചിട്ടുള്ള ഒരു വലിയ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. കാരണം ഡാഷ്ബോർഡ് കൂടെ വെച്ച് ഡാറ്റ ഡ്രിവൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ഫോൺ കോളും ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ ഒരു ഉത്തരവ് കൊണ്ട് ഈ വർഷങ്ങളായി പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കും. ഞാനിങ്ങനെ പ്ലീസ് നിങ്ങളിത് പറയും. തീർച്ചയായിട്ടും